ദാസേട്ടാ, എന്താ ഇത്? എന്തിനാ മേഡം ഇനി അച്ഛനാന്ന് പറഞ്ഞ് ഞാൻ ജീവിച്ചിരിക്കുന്നത്? എന്റെ മോൾക്കൊരു കല്യാണം നടത്തി കൊടുക്കാൻ പറ്റാത്ത ഞാൻ ഇനി ജീവിച്ചിരുന്നിട്ടൊരു കാര്യമില്ല. ചാവുന്നതാ നല്ലത്. ദാസേ, ഈ കല്യാണം മുടങ്ങിയതിൽ ദാസിനേക്കാളും സങ്കടമുണ്ട് അഖിലയ്ക്ക്, പിന്നെ ഞങ്ങൾ ഓരോരുത്തർക്കും. താലി കെട്ടുന്ന സമയത്ത് ചെക്കനെ കാണാനില്ല എന്ന് പറയുമ്പോ ഇനി ആരാ സാർ എന്റെ മോളെ കല്യാണം കഴിക്കാൻ വരുന്നേ? ഇതോടെ തീർന്നു. എന്റെ മോളുടെ ജീവിതം ഇതോടെ തീർന്നു. എല്ലാം പോയി, എല്ലാം. ഒന്നും പോയില്ല, ഒന്നും. കല്യാണി, തളരരുത്, കരയരുത്. നിനക്ക് നഷ്ടപ്പെട്ടത് ഞാൻ തിരിച്ചു പിടിച്ചു തരും. ഒരു മിനിറ്റ്. മോനെ, ആനന്ദ്, എന്തേ കാണിക്കുന്നേ? വെയിറ്റ്. ഇതുപോലെ നല്ല മനസ്സുള്ളൊരു പെണ്ണിനെ കെട്ടാൻ ആരും തയ്യാറാവും. ഈ മനസ്സ് തിരിച്ചറിഞ്ഞ് ഏതൊരാണും മോഹിക്കും ഇതുപോലൊരു പെണ്ണിനെ കെട്ടാൻ. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബ്രാൻഡ് അംബാസിഡർ കല്യാണിയുടെ കല്യാണം മുഹൂർത്ത സമയത്ത് മുടങ്ങിപ്പോയാൽ അതിന്റെ അപമാനം ദാസേട്ടന് മാത്രമല്ല, ഞങ്ങൾക്കുണ്ട്. ആനന്ദ് ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ബ്രാൻഡ് അംബാസിഡർ കല്യാണിയുടെ കല്യാണം മുഹൂർത്ത സമയത്ത് മുടങ്ങിപ്പോയാൽ അതിന്റെ അപമാനം ദാസേട്ടന് മാത്രമല്ല, ഞങ്ങൾക്കുണ്ട്. ഈ മണ്ഡപവും ഈ താലിയും സാക്ഷിയാക്കി ഞാൻ പറയാ, രാജീവിനെ കാണാതായതിന്റെ കാരണം എന്താണെന്നും അതിന്റെ പിന്നിൽ ആരാണെന്നും ഞാൻ കണ്ടുപിടിച്ചിരിക്കും. ഇതേ താലികെട്ട് ഇതേ മണ്ഡപത്തിൽ രാജീവിനെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തി തരും. അതുവരെ ദാസേട്ടൻ ഈ താലി കയ്യിൽ സൂക്ഷിക്കാം. വേണ്ട വല്യുവഞ്ഞേ, ഈ മഞ്ഞച്ചരട് എന്റെ കഴുത്തിലൊരു കൊലക്കാരായിട്ട് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഈ കല്യാണം വേണ്ടച്ച. ഞാൻ അച്ഛനൊരു ഭാരമാണെങ്കിൽ പറ, ഞാൻ എവിടെയെങ്കിലും പോയി ചത്തോളാം, അവസാനിപ്പിച്ചോളാം എല്ലാം. മോളെ, ഞാനും 2 മക്കളെ പ്രസവിച്ചതാ കല്യാണി. എനിക്കറിയാം ദാസേട്ടന്റെയും നിന്റെയും വേദന. ഏതായാലും
നിന്റെ കല്യാണം മുടങ്ങിയത് യോഗമെന്നോ വിധിയെന്നോ എഴുതി തള്ളാൻ അഖിലാണ്ടേശ്വരി തയ്യാറല്ല. തീരുമാനിച്ച കാര്യം നടത്തിയ എനിക്ക് ശീലം. തൃച്ചംബരത്ത് വെച്ച് തന്നെ നിന്റെ കല്യാണം ഗ്രാൻഡായിട്ട് നടത്തുമെന്ന് ഞാൻ നിനക്ക് വാക്ക് തന്നിരുന്നു. ആ വാക്ക് പാലിച്ചിരിക്കും. ഞാൻ ഒറ്റയ്ക്കല്ല. ദേ, കൃഷ്ണേട്ടനും ആനന്ദും അരവിന്ദും എല്ലാവരും ചേർന്ന് തരുന്ന വാക്കായത്. തൃച്ചംബരം തറവാടിന്റെ വാക്ക്. നിനക്കിത് വിശ്വസിക്കാം. അമ്പലത്തിൽ പോകാൻ ചേഞ്ച് ചെയ്തിട്ട് വരാന്ന് പറഞ്ഞിട്ട് നീ എന്താ ഇറങ്ങാത്തത്? എനിക്കൊരു മനസ്സില്ല കൃഷ്ണേട്ടാ. അമ്പലത്തിൽ പോക്ക് നമുക്ക് ക്യാൻസൽ ചെയ്യാം. അഖിലേ, കഴിഞ്ഞത് കഴിഞ്ഞു. ഇനി അതിനെക്കുറിച്ച് ആലോചിച്ച് വിഷമിച്ചിട്ട് ഒരു കാര്യമില്ല. നീ വെറുതെ കൊച്ചുകുട്ടികളെ പോലെ പെരുമാറരുത്. അതല്ല കൃഷ്ണേട്ടാ, അത്രയും ആളുകളുടെ മുന്നിൽ തൃച്ചംബരത്ത് അഖിലാണ്ടേശ്വരി വാക്ക് പാലിക്കാൻ പറ്റാത്തവളായി പോയില്ലേ? ഇതിപ്പോ 2ാം തവണയാ എനിക്കിങ്ങനെ തല കുനിച്ച് നിൽക്കേണ്ടി വരുന്നത്. ഐ ഫീൽ അഷേംഡ്. നാണം കിട്ടുപോയി ഞാൻ. അത് വിടകലേ. സംഭവിച്ചെല്ലാം നല്ലതിനാണെന്ന് കരുതി സമാധാനിക്കുക. തൽക്കാലം അങ്ങനെ കരുതാനേ നമുക്ക് പറ്റും. ഓർക്കും തോറും ഉള്ളിനകത്തൊരു പെരുപെരുപ്പാ. ആ കള്ളൻ രാജീവിന് ജോലിയും കാറും വീടും എല്ലാം നമ്മൾ കൊടുത്തില്ലേ? തൃച്ചംബരത്തെ കല്യാണമായിട്ടല്ലേ നമ്മൾ ഈ കല്യാണം നടത്തിയത്? എന്നിട്ടും അവൻ എന്തിനാ നമ്മളോട് ഇങ്ങനെ ഒരു ചതി ചെയ്തേ? അഖിലേ, കൂൾ. ഇറ്റ്സ് ഓൾ ഓവർ നൗ. ഇനിയും നീ ഇങ്ങനെ പദം പറയാൻ തുടങ്ങിയാൽ പറഞ്ഞു പോകും കൃഷ്ണേട്ടാ. അന്ന് അരവിന്ദിന്റെ നിശ്ചയം മുടങ്ങി. ഇന്നിപ്പെന്താ ഇതും? ഇനി തൃച്ചംബരത്തെ കല്യാണം എന്ന് പറയുമ്പോ ആളുകൾക്ക് അതൊരു തമാശയാവും. അതാ സങ്കടം. അഖിലേ, നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ് ആലോചിച്ചു കൂട്ടുന്നത്. എനിക്ക് ഭയം നിന്റെ ഈ അഭിമാന പ്രശ്നങ്ങളിലല്ല. ആ കല്യാണി ഈ കഴിഞ്ഞ കാര്യങ്ങളോട് എങ്ങനെയാ പ്രതികരിക്കുക എന്നുള്ളതാണ്. അവൾ വളരെ സെൻസിറ്റീവാണ്, അറിയാലോ. വല്ല അബദ്ധവും കാണിച്ചാൽ? ഏയ്, ഒരിക്കലുമില്ല. രാജീവിനെ പോലെ നട്ടലില്ലാത്ത ഒരുത്തനെ കിട്ടാത്തതിൽ അവളിനി സന്തോഷിക്കുകയുള്ളൂ. ഇനി അബദ്ധങ്ങൾ കാണിക്കാൻ അവളത്ര മണ്ടിയൊന്നുമല്ല. തെറ്റ് മണ്ടത്തരമല്ല ഇവിടെ പ്രശ്നം. വൈകാരികമായ പിരിമുറുക്കമാണ്. മുമ്പ് ഓരോ വിഷയങ്ങൾക്കും അവൾ പ്രതികരിച്ച രീതികൾ വെച്ച് നോക്കുമ്പോഴാണ് എന്റെ മനസ്സിൽ അങ്ങനെ ഒരു സംശയം. അവളുടെ ചില നേരത്തെ സ്വഭാവം എക്സ്ട്രീമാണ്. ആലോചിച്ചാൽ നിനക്കും അത് മനസ്സിലാവും. പറഞ്ഞു വിടണ്ട മാഡം. അവള് പോയി കഴിഞ്ഞു. എന്റെ മോനെ പാതിരാത്രിക്ക് ഈ വീട് വിട്ടിറങ്ങിപ്പോയി.
വലിയ കുഞ്ഞുള്ളതുകൊണ്ട് എനിക്കെൻ്റെ മോളെ തിരിച്ചു കിട്ടി. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല മാഡം. ദാസേട്ടന്റെ മകള് കല്യാണിക്ക് ഒരു ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലാ. അതുകൊണ്ട് നീ ഇപ്പോൾ ചെയ്യേണ്ടത് അവളുടെ മനസ്സിന് സ്ഥൈര്യം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കുക. കാരണം മുമ്പൊക്കെ ഇതുപോലെ ഡിപ്രഷൻ വരുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയായിരുന്നു അവളുടെ സ്വഭാവം. ഇവിടെ പക്ഷേ അതിലും വലിയ സംഭവം നടന്നിരിക്കുന്നു. അതിന്റെ ആഴം വെച്ച് നോക്കുമ്പോൾ അവൾ ചിലപ്പോൾ വേണ്ട, നാക്ക് വിളച്ച് ഞാനൊന്നും പറയുന്നില്ല. ഒരാപത്തും സംഭവിക്കാതിരിക്കട്ടെ, ഒരാപത്തും.
ആനന്ദ് അരവിന്ദ് അരവിന്ദ് എന്താ? ഏട്ടത്തി, ഞാനിപ്പോ ഏട്ടനെ എയർപോർട്ടിൽ കൊണ്ട് വിട്ടിട്ട് വരുന്ന വഴിയാ. അപ്പോ ആനന്ദ് ഔട്ട് ഹൗസിനെ കൊണ്ട് ഓടുന്ന ഞാൻ കണ്ടു. വിളിച്ചിട്ട് കേട്ടില്ലാന്ന് തോന്നുന്നു. ഔട്ട് ഹൗസിന്റെ അടുത്തേക്ക് ഓടിപ്പോയെന്നോ? അനിയൻ എന്തൊക്കെയാ പറയുന്നേ? സത്യം ഏട്ടത്തി, ഞാൻ കണ്ടു. ഈ മനുഷ്യൻ സ്വപ്നം കണ്ടെന്നാ തോന്നുന്നേ. ദേ, ആനന്ദിന്റെ മുറിയുടെ വാതില് തുറന്നു കിടക്കുന്നത് കണ്ടോ? ഒരു മിനിറ്റ്, ഞാൻ നോക്കിയിട്ട് വരാം. ദാസേട്ടാ, 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 ദാസേട്ടാ. എന്താ വലിയ വിജി ഈ നേരത്ത്? കാർ എടുക്കണോ? എന്ത് പറ്റി? ഏയ്, എവിടെയും പോവാനൊന്നുമല്ല. ഞാൻ വന്നത് കല്യാണി. എന്ത് പറയാനാ കുഞ്ഞെ, എന്റെ മോളുടെ സമയദോഷ. ഒരു പെണ്ണിനെ സംബന്ധിച്ച് താങ്ങാവുന്ന കാര്യമാണോ നടന്നത്? എന്നിട്ടും അവളൊരക്ഷരം മിണ്ടാതെ പ്രതിമ പോലെ ഇരിക്കുകയായിരുന്നു. സത്യം പറഞ്ഞ കണ്ടിട്ട് പേടിയായി. പിന്നെ ഒരു വിധത്തിൽ അകത്തുകൊണ്ട് കിടത്തിയിട്ട് കുറച്ചു മുമ്പ് കണ്ണടച്ചതേ ഉള്ളൂ. അല്ല, എന്തുപറ്റി ഈ സമയത്ത് കല്യാണി അന്വേഷിക്കാൻ? സാറിന് കുടിക്കാൻ ചായയോ കാപ്പിയോ എന്തെങ്കിലും വേണമായിരുന്നോ? അതെ, നല്ല കടുത്ത തലവേദന. ദാസേട്ടൻ കല്യാണി ഒന്ന് വിളിക്കുക. കല്യാണിക്ക് എന്റെ തലവേദന മാറുന്നൊരു മാജിക് ചായ ഇടാൻ അറിയാം. ബുദ്ധിമുട്ടാവില്ലെങ്കിൽ. അയ്യോ, എന്ത് ബുദ്ധിമുട്ട്, ഞാൻ വിളിക്കാം കുഞ്ഞ്. കുഞ്ഞിരിക്കെ. കല്യാണി മോളെ, കല്യാണി മോളെ. കല്യാണി, കല്യാണി മോളെ. മോളെ, കല്യാണി, കല്യാണി, കല്യാണി മോളെ. കല്യാണി, അനിയൂട്ടാ, ചേച്ചി ഇവിടെ പോയി? ചേച്ചി ചേച്ചി ഇവിടെ കിടപ്പുണ്ടായിരുന്നല്ലോ. ബാത്റൂമിൽ നോക്കിയച്ചാ? ബാത്റൂമിലെ എല്ലാ സ്ഥലത്തും നോക്കി, എവിടെയില്ല. അയ്യോ ദൈവമേ, ഇവളിത് എവിടെ പോയി? എന്തൊരു ദാസേട്ടാ? ചതിച്ചു കുഞ്ഞെ. എന്റെ മോളെ കാണാനില്ല.